പരമേശ്വരാ, ഞാനിനി എന്തു ചെയ്യും? രാവണൻ അലറി. ആ നിമിഷം ഇടിയും മിന്നലും കാർമേഘങ്ങളോടും കൂടി അയാളുടെ വരവായിരുന്നു. മേഘനാഥൻ, സാക്ഷാൽ ഇന്ദ്രനെ തോൽപ്പിച്ച ഇന്ദ്രജിത്ത്. രാവണനെ നോക്കി ഇന്ദ്രജിത്ത് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് ഭയപ്പെടേണ്ടതില്ല. രാമസേനയെ കൊന്നു ഞാൻ ഉടൻ തിരിച്ചു വരുന്നതായിരിക്കും. അങ്ങ് ദുഃഖിതനാകാതിരിക്കുക. ഈ യുദ്ധത്തിൽ വിജയം നേടുവാൻ അങ്ങെന്നെ അനുഗ്രഹിക്കുക. ഇത് കേൾക്കുന്ന രാവണൻ സന്തോഷത്തോടെ ഇന്ദ്രജിത്തിനെ ആലിംഗനം ചെയ്തു. വിജയശ്രീ ലാളിതനായി തിരിച്ചു വരൂ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. അതിനു കാരണം ദേവേന്ദ്രനെയും ഇന്ദ്രലോകത്തെയും കീഴ്പ്പെടുത്തിയവനാണ് മേഘനാഥൻ. അവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന ഉറച്ച വിശ്വാസമാണ്. യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് മേഘനാഥൻ ഒരു യാഗം നടത്തുന്നു. ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ നടത്തിയ യാഗത്തിൽ ശസ്ത്രം, അസ്ത്രങ്ങൾ, വില്ല്, രഥം, ഇതോടൊപ്പം അന്തർധാന വിദ്യയൊക്കെ അവനിലേക്ക് ആവാഹിച്ച് യാതൊരു പ്രയാസവും കൂടാതെ ഹോമം പൂർത്തിയാക്കി യുദ്ധത്തിനായി പുറപ്പെട്ടു. എന്നാൽ യുദ്ധത്തിനായി യുദ്ധക്കളത്തിലെത്തിയ ഇന്ദ്രജിത്ത് കണ്ടത് വാനരന്മാരുടെ ആധിപത്യമായിരുന്നു. രാക്ഷസന്മാരെ കൊന്നൊടുക്കി ആർത്തു വിളിച്ച് വാനരന്മാർ മുന്നേറുകയാണ്. ഇത് കാണുന്ന മേഘനാഥൻ അത്യന്തം കുപിതനാവുകയും മേഘങ്ങൾ മഴ ചൊരിയുന്നത് പോലെ മായാവിദ്യകളാൽ തൻ്റെ അസ്ത്രങ്ങൾ ചൊരിഞ്ഞു. എന്നാൽ മേഘനാഥനെ അതിശയിപ്പിച്ചുകൊണ്ട് അമ്പുകളെയെല്ലാം ചെറുത്ത് വാനരന്മാർ മുന്നേറിക്കൊണ്ടേയിരുന്നു. കാൽപ്പടകളും തേരാളികളും തൻ്റെ മുന്നിൽ പിടഞ്ഞു മരിക്കുന്നത് കാണുന്ന ഇന്ദ്രജിത്ത് അരിശത്താൽ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ബ്രഹ്മാസ്ത്രത്തിൻ്റെ പ്രഹരത്താൽ വമ്പന്മാരായ വാനരന്മാരുടെ ശരീരത്തിൽ 50, 100, 200, 500 തോതിൽ അമ്പുകൾ വന്ന് പതിച്ചു. അവരെല്ലാവരുടെയും ബോധം കെട്ട് നിലത്തു വീണു. വിവേകന്റെ ശരീരത്തിൽ 50 അമ്പേറ്റു. മയന്റെ മേൽ 9, ഗജന്റെ മേൽ 5, നളന്റെ മേൽ 90 ശരങ്ങളേറ്റു. ഗന്ധമാദന്റെ ദേഹത്തും അത്ര തന്നെ പതിച്ചു. നിലനെന്ന വാനരന്റെ മേൽ 18, ജാമ്പവാന്റെ ദേഹത്ത് 40 പതിഞ്ഞു. പരസനാറും വിനിതനേഴും അങ്ങനെ എണ്ണിയാലൊതുങ്ങാത്തത്ര അസ്ത്രങ്ങൾ എല്ലാ വാനരന്മാരുടെ ദേഹത്തും പതിക്കുകയും എല്ലാവരും ബോധരഹിതരായി നിലത്ത് വീഴുകയും ചെയ്തു. ബ്രഹ്മാസ്ത്രത്തിൻ്റെ പ്രഹരത്താൽ അങ്കിതന്റെ ശരീരത്തിൽ 75, സുഗ്രീവന്റെ ശരീരത്തിൽ 100 ബാണങ്ങളുമേറ്റു. അങ്ങനെ വാനരനായകന്മാരായ 67 കോടി എണ്ണം ആൾക്കാരും നിലം പതിച്ചു. രാമനും ലക്ഷ്മണനുമടക്കം സകല സൈന്യങ്ങളും മേഘനാഥന് മുന്നിൽ ബോധരഹിതരായി നിലം പതിച്ചു. അങ്ങനെ ആദ്യമായി രാമന്റെ സൈന്യത്തിന് തിരിച്ചടി നേരിടേണ്ടി വന്നു.